വയനാട് കേടിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായിരിക്കുകയാണ്. ദീപക് മോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദീപക്, കടുവയെ ഒടുവിൽ പിടികൂടിയിരിക്കുകയാണോ? ആര്യ, വയനാട് കേണിച്ചിറ എടക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുകയാണ്. ദിവസങ്ങളായി മേഖലയിൽ ഇറങ്ങിയ കടുവ വളർത്തുമൃഗങ്ങളെ പിടികൂടിയിരുന്നു. ഇന്ന് രാവിലെയും 2 വളർത്തുമൃഗങ്ങളെ പിടികൂടിയ സ്ഥലത്ത് അല്പം മുൻപ്, അതായത് ഒരു 9 മണിയോട് കൂടി കടുവ എത്തി ഈ വളർത്തുമൃഗത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ അല്പം മുൻപ് റിപ്പോർട്ടർ ടിവിയിലൂടെ സംപ്രേഷണം ചെയ്തതാണ്. അതിനിടയിലാണ് കടുവ കൂട്ടിലായത്. പ്രദേശത്ത് വനം വകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ഈ മേഖലയിൽ, അതായത് ആദ്യം പശുവിനെ ആക്രമിച്ചു കൊന്ന പശുവിന്റെ ജഡം ഈ കൂട്ടിൽ സ്ഥാപിച്ചതിന് ശേഷം കൂട് കടുവയുള്ള സ്ഥലത്തിന് സമീപത്താണ് സ്ഥാപിച്ചിരുന്നത്. ആ കൂട്ടിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. വയനാട് തോൽപ്പെട്ടി 17 എന്ന വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട ഈ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. കടുവയ്ക്ക് ശാരീരികമായ ആവശ്യതകൾ ഉണ്ടെന്നാണ് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ വനം വകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനം ഈ മേഖലയിലേക്ക് എത്തിച്ച് കടുവയെ ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. വെറ്റിനറി സർജനും അതുപോലെ തന്നെ മെഡിക്കൽ ടീം അംഗങ്ങളും ചേർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുക. ഏതായാലും നാളുകളായി പ്രദേശവാസികളുടെ വലിയ ഒരു ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. പ്രദേശത്ത് നിരവധി ദിവസങ്ങളായി മേഖലയിലെ വളർത്തുമൃഗങ്ങളെയും ഒപ്പം ആളുകളെയും എല്ലാം തന്നെ ഭയപ്പാടിലാക്കിയ കടുവയാണ് ഒടുവിൽ കൂട്ടിലായിരിക്കുന്നത്. ആര്യ, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ദീപക്, എത്തരത്തിലാണ് ഈ വനം വകുപ്പ് RRT സംഘം കടുവയെ പിടികൂടിയത്? ദൗത്യം ഏത് രീതിയിലായിരുന്നു? ആര്യ, ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്ത് കടുവ ആക്രമിച്ചു കൊന്ന ഒരു പശുവിന്റെ ജഡം കൂട്ടിൽ സ്ഥാപിച്ചതിന് ശേഷം കടുവയുള്ള സ്ഥലത്തിന് സമീപത്തെ വനം വകുപ്പ് മറ്റൊരു കടുവയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു. ഈ മേഖലയിൽ വനം വകുപ്പിന്റെ RRT ടീം അംഗങ്ങളും ഒപ്പം വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്ത രാത്രി പട്രോളിംഗ് അടക്കം നടത്തിയിരുന്നു. മാത്രമല്ല, ഈ വളർത്തുമൃഗങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് കടുവ എത്താൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ കടുവയെ എങ്ങനെയെങ്കിലും കൂടിനടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും വനം വകുപ്പ് നടത്തി. വനം വകുപ്പിന്റെ ഡാറ്റിംഗ് ടീമും ഒപ്പം RRT ടീം അംഗങ്ങളും ചേർന്നുള്ള കൂട്ടായ പരിശ്രമത്തിനൊടുവിലാണ് ഈ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ഈ കൂട്ടിൽ നേരത്തെ കടുവ ആക്രമിച്ചു വന്ന ഒരു പശുവിന്റെ പാതി ജഡം ഉണ്ടായിരുന്നു. ഈ ജഡം കഴിക്കാനായി എത്തിയ കടുവയാണ് ഒടുവിൽ കൂട്ടിലായിട്ടുള്ളത്. ഏതായാലും ഉടൻ തന്നെ ഇപ്പോൾ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തി കടുവയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആര്യ, ദീപക്, ഇത് 9 മണിക്കാണ് ഈ പശുത്തൊഴുത്തിലേക്ക് കടുവ എത്തിയത്. കടുവയുടെ ഭാഗത്തു നിന്ന് മറ്റ് ആക്രമണം എന്തെങ്കിലും ഉണ്ടായിരുന്നു? പ്രദേശവാസികൾ വളരെ ആശങ്കയിലായിരുന്നു. ഒപ്പം പ്രദേശത്തുൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു. വെറ്ററിനറി സംഘം ഉൾപ്പെടെ എപ്പോഴാകും സ്ഥലത്തേക്ക് എത്തുക? ആര്യ, വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടം. സ്ഥിരമായി വന്യജീവികളുടെ ആക്രമണങ്ങളും വന്യജീവികളുടെ സാന്നിധ്യവും ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ കടുവ എന്ന ഒരു മൃഗം ആദ്യമായാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ വലിയ ഭയപ്പാടിലായിരുന്നു. എന്നാൽ ഈ കടുവ സാധാരണഗതിയിൽ ഈ വനമേഖലയിൽ നിന്ന് കടുവ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ കടുവയ്ക്ക് ശാരീരികമായ അവസ്ഥകളോ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടോ, അതായത് കാട്ടിൽ വേട്ടയാടി ഇരതേടാനുള്ള ശേഷി നഷ്ടപ്പെട്ട കടുവകളാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന പതിവുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടുവ എത്തിയ സമയത്ത് ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. അതിനിടയിലാണ് നിരനിരയായി വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടുന്ന ഒരു സംഭവം ഉണ്ടായത്. മാത്രമല്ല, ഇന്ന് പകൽ മുഴുവൻ തന്നെ വയനാടിനെ മുൻമൂലയിൽ നിർത്തുന്ന രീതിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധവും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായി. റോഡ് തടയുന്ന ഉപരോധമടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം കേണിച്ചിറ സാക്ഷ്യം വഹിച്ചു. അതിനിടയിലാണ് വീണ്ടും ഇന്ന് വൈകിട്ടോടുകൂടി കടുവ എത്തിയത്. കടുവ ഈ ഒരു വീടിന് സമീപത്തെത്തിയ സമയത്ത് ആ വീട്ടിലെ ആളുകൾ തന്നെയാണ് കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയുണ്ടായത്. പിന്നീട് ഈ പ്രദേശത്തെ ദീപക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രായമുള്ള കടുവയാണെന്ന്. ഏകദേശം എത്ര വയസ്സ് പ്രായമുള്ള കടുവയാണ്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ആരോഗ്യസ്ഥിതി ഏത് രീതിയിലാണ് കടുവയുടെ? ആര്യ, തീർച്ചയായും കടുവയുടെ ആരോഗ്യനില വളരെ മോശമായ രീതിയിലാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. കടുവയുടെ പ്രായാധിക്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് കടുവ ആ ടെറിട്ടറിയിൽ നിന്ന് ജനവാസ മേഖലയിൽ എത്തിയതാണോ എന്നും വനം വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും തോൽപ്പെട്ടി 17 എന്ന വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള കടുവയാണിതെന്നാണ് വനം വകുപ്പിന് മനസ്സിലായത്. മാത്രമല്ല, കടുവയ്ക്ക് ശാരീരിക അവസ്ഥകൾ, അതായത് കടുവയുടെ ഒരു പല്ല് കൊഴിഞ്ഞിട്ടുണ്ട് എന്നും വനം വകുപ്പ് നമുക്ക് നൽകിയ വിവരങ്ങളിൽ പറയുന്നു. ഏതായാലും
ഉടൻ തന്നെ കടുവയുടെ പ്രാഥമിക പരിശോധനകൾക്കായി സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള വെറ്ററിനറി ടീമും ഒപ്പം മെഡിക്കൽ സംഘവും സ്ഥലത്തേക്ക് എത്തും. അതിനുശേഷമായിരിക്കും കടുവയെ ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക. ആര്യ. ശരി, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട് കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുകയാണ്. കിഴക്കിൽ സാബുവിന്റെ വീട്ടിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്.